അല്ല ഇതെന്താ ഐഡിയ? എലിയാണെങ്കിലും പുലിയാണെങ്കിലും പേടിയാവുന്നത് അവരുടെ ടീച്ചറിന്റെ അടുത്തായിരിക്കും. ചേട്ടാ ചേട്ടാ വിളിക്കല്ലേ, ചേട്ടാ വിളിക്കല്ലേ, ചേട്ടാ ചേട്ടാ ഒരിക്കലും വിളിക്കല്ലേ. എന്റെ അമ്മച്ചി, ബബർഗം ഇത്രയ്ക്ക് പാല് കുടിക്കരുത്, നിന്റെ വയറ് കേടാകും. വയറ് കേടാവാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുടിക്കുമോ? ഞാൻ ഇത്രയും പാല് കുടിക്കുന്നത് എന്റെ വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാനും ഇതുപോലെ പാല് കുടിച്ചോട്ടെ. എന്റെ പൊന്നുമോനെ അങ്ങനെയൊന്നും കുടിക്കരുത്, നീ കുറച്ച് കുടിച്ചാൽ മതി. അവനെ പുലിക്കുട്ടിയാണ്, അവനോട് പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. ബബർഗം എന്തുമാത്രം പാലാ നീ കുടിക്കുന്നത്? ഇപ്പൊ ബാക്കിയുള്ളത് പശുവിന്റെ അടുത്തുനിന്ന് കറക്കാത്ത പാല് മാത്രമാ. ബാക്കി ലോകത്തുള്ള പാല് മുഴുവൻ നീ കുടിച്ചു തീർത്തിരിക്കുന്നു. ഇത്രക്ക് പാലെന്തിനാണ് നീ കുടിച്ചത്? ഞാനാണ് ഇവനോട് പറഞ്ഞത് ബുദ്ധി വികസിക്കാനായിട്ട് പാല് കുടിച്ചോളാം. പക്ഷെ ഇവൻ ഇത്രയും കുടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ത് പറഞ്ഞാലും തല തിരിച്ചേ ചെയ്യൂ, വേറൊന്നും ഇവൻ ചെയ്യൂല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനൊരു പുലിക്കുട്ടി ആയതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ മദൻ ചോപ്ര. ഇനി ഞാൻ പാല് കുടിക്കില്ല. മദൻ ചോപ്ര ആരാണ്? രാവിലെ മുതൽ നീ അദ്ദേഹത്തിന്റെ പേര് പറയുകയാണല്ലോ. അയാളെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇവന്റെ കരണ അടിച്ചു പൊട്ടിച്ചേനെ. അവൻ മദൻ ചോപ്ര എന്ന് വിളിച്ചത് വേറെ ആരെയുമല്ല, എന്നെ തന്നെ. മോനെ, നിന്റെ പേരൻസിനോട് എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയല്ലേ. ഇതെന്തുവാടാ ഇത്? കൊറേ നേരമായിട്ട് സിംഹം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇതിന് വേറെ പണിയൊന്നും ഇല്ലേടേ? തീർച്ചയായിട്ടും ചെയ്യും എന്റെ പോപ്പട്ടെ. നീയോ ഞാനോ കൊച്ചളിയനോ അതിന്റെ മുമ്പിലേക്ക് ചെന്നാൽ അതിന്റെ പണി അത് വൃത്തിയായിട്ട് ചെയ്യും. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഉടൻ തന്നെ ടി വി മ്യൂട്ട് ചെയ്യാം. ടി വി കേടായെന്ന് തോന്നുന്നു. കേടായത് ടി വി അല്ലടാ, നമ്മുടെ തടിയാണ് കേടാവാൻ പോകുന്നത്. നീ എന്ന് പറയോട്ട് നോക്ക്. എന്റെ അച്ഛനോട് പറഞ്ഞു വീട് വിട്ടു പോവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് വീട് വിട്ടു പോവാൻ. അവസാനം മുത്തശ്ശൻ പറഞ്ഞു രണ്ടുപേരോടും വീട് വിട്ടു പൊക്കോളാൻ. എങ്ങനെയുണ്ട്? എടാ പുലിക്കുട്ടി, ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ 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 ഓടിക്കോ. പാല് വേണോ? പാല്. ചേട്ടാ, സ്കിം മിൽക്ക് ഉണ്ടോ? ആ ഉണ്ട്. പാല് പാല് വേണോ? പാല്. നീ പാല് തന്നിട്ട് പോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാൽ ഞങ്ങൾ വിൽക്കാറില്ല. എടോ താൻ എന്തായി കാണിക്കുന്നേ?
അരിക്കകത്ത് കല്ലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പാലിലും കല്ലോ. ഈ വൃത്തികെട്ടവന്മാരെ ഞാൻ വിടാൻ പോകുന്നില്ല, ഒരിക്കലും വിടുകയില്ല. A for അളിയന്മാർ, B for ഭിക്ഷക്കാർ, C for ചക്കവരട്ടി, D for കണ്ടോ, ഞാനത് എഴുതാൻ മറന്നു. E for ഇടിവെട്ട് ഇടി. എടാ, ആ ബോൾ എടുത്തിട്. ആ ബോൾ ഇങ്ങോട്ട് എടുത്തിടാനാ പറഞ്ഞത്. വേഗം ഇങ്ങോട്ട് എടുത്തിടാൻ, വേഗം. നിങ്ങൾക്കെന്താ സൂക്ഷിച്ച് കളിച്ചൂടെ? കണ്ടില്ലേ, ദേ ഇവന് പരിക്ക് പറ്റി. ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നല്ലോ നമ്മുടെ വോളിബോളിന്റെ തമാശ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് വോളിബോളിന്റെ ബോൾ, ഇത് ഫുട്ബോളിന്റെ ബോൾ. രണ്ടും കാണാൻ ഒരുപോലുണ്ട്. എന്നാ പറ, ഇതിലേതാണ് ഫുട്ബോൾ, ഏതാണ് വോളിബോൾ? ഇത് ഉണ്ടാക്കിയവന് തന്നെ ഏതാണെന്ന് അറിയില്ല. പിന്നെ നീ എങ്ങനെ ഇതിനെ കുറിച്ച് അറിയും? അറിയും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലോ. നീ പറഞ്ഞ കാര്യം വളരെ നന്നായിരിക്കുന്നു. ദേ നോക്ക്, മര്യാദയ്ക്ക് വന്ന് ദേ ഇവനോട് മാപ്പ് ചോദിക്ക്. ആ ഇനി ഞാൻ പോവാണ്. എന്റെ വീട് പൊട്ടിപ്പോയി. എന്റെ വീട് പൊട്ടിപ്പോയി. എന്റെ വീട് പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചതേ സഹായമായിരുന്നു, അല്ലാതെ പാരയൊന്നും അല്ല. എല്ലാം തകർന്നു. നീ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീയും തകർന്നു പോട്ടെ. ഞാൻ ഏത് പണി ചെയ്താലും ശരി, അത് തുടക്കം മുതലേ ചെയ്യാറുള്ളൂ. സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നതേ ഇവന്മാര് വെറുതെ സംസാരിച്ചോണ്ടിരിക്കുകയുള്ളൂ. കളിക്കാനുള്ള ധൈര്യം ഒന്നും ഇവന്മാർക്കില്ല. വേണമെങ്കിൽ നോക്കിക്കോ. ഇവർ എത്ര തന്നെ കളിച്ചാലും ശരി, ഇവർക്ക് ജയിക്കാൻ പറ്റില്ല. ജയിക്കാനേ കഴിയില്ല. എടാ, ഇവിടുന്ന് വേഗം സ്ഥലം കാലിയൊക്കെ പോവാൻ നോക്ക്. ഇവന്മാർക്ക് അത്ര ഉശിരൊന്നും ഇല്ല. ഞങ്ങൾ കളിക്കുക മാത്രമല്ല ജയിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടു. എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. 12 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം, നമുക്ക് കളിക്കാം. ഒരു സെറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ വാ പിളർക്കും. യോ ഇഷ്ടപ്പെട്ടു. എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നു ചേട്ടായി, ഞങ്ങൾ ജയിക്കുമ്പോ ഇതങ്ങ് മാറും. എന്ത് മാറും? മാച്ച് കഴിയുമ്പോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നതിന് പകരം കഷ്ടപ്പെട്ടോ എന്ന് പറയും. പേടിയാണ് ശത്രു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പേടി. ഇപ്പോൾ പേടി എന്നെ പിടിച്ചിരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല. അടികൈ ദാ നോക്കൂ, അവരെത്ര വലിയ ആളായാലും ശരി, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും. ഇഷ്ടപ്പെട്ടു. എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നാ തുടങ്ങാം ഗെയിം.
ശരി, ഇപ്പൊ നീ പറ, പ്രേതമുണ്ടോ ഇല്ലയോ? അത് പിന്നെ ഉണ്ട് ഉണ്ട്. ഞാൻ എന്റെ ഈ ചിറക് കൂപ്പി മാപ്പി ചോദിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണെങ്കിലും പേടിച്ചല്ലോ. വാ, ഇനി നമുക്ക് കുറച്ചു നേരം തിയേറ്ററിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം തിരിച്ചു വന്നവന്മാരെ പേടിപ്പെടുത്താം. ഇനി ഈ പ്രേതങ്ങളെ നമ്മൾ എങ്ങനെ ഓടിക്കും? എടാ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ. ആ പോസ്റ്ററിൽ നിന്ന് പുറത്തു വന്ന പ്രേതങ്ങളാണ്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ആ പ്രേതങ്ങൾ ഈ പോസ്റ്ററിൽ നിന്നല്ലേ വന്നത്. എന്നാ പിന്നെ നമുക്ക് ഈ സിനിമാ പോസ്റ്റർ അങ്ങ് കീറിയാലോ. പിന്നെ അവരെ ദൂരെയുള്ള ഏതെങ്കിലും പോസ്റ്ററിൽ പോയി ഇരുന്നോളും. അടിപൊളി ഐഡിയ. വേഗം വാ, നമുക്ക് കരിക്ക് കുടിക്കാം. അയ്യോ അയ്യോ, ഐ ആം സോറി. സോറി പറയേണ്ട ഒരു ആവശ്യമില്ല അങ്കിൾ. നിങ്ങൾ ചെയ്തതിന് പകരമായിട്ട് ഞാനൊരു കടി തരാം. ഒരു വൃത്തിയായിട്ട കുട്ടിയാ നീ. ആഹാ, ശരി, ഇനി നീ എന്നെ കടിച്ചു കാണിക്ക. അങ്കിളേ, ഇനി എന്തായാലും ഞാൻ കടിക്കില്ല. പേടിച്ചു പോയല്ലേ? ഇനി കടിക്കാൻ പോകുന്നത് എന്റെ അച്ഛനാ. അയ്യോ അയ്യോ, ഓ, അയ്യോ, രക്ഷിക്കണേ. അയ്യോ അയ്യോ, വേണ്ട വേണ്ട. അയ്യോ അയ്യോ അയ്യോ, ഇനി എന്റെ അമ്മച്ചിയാണ് സത്യം. ഈ ജന്മത്തിൽ ഞാൻ പ്രേത സിനിമ കാണത്തില്ല. മതി, എന്നെ ഒന്ന് വെറുതെ വിടണേ. അയ്യോ അയ്യോ, ഞാൻ നീ എന്നെ തന്നെ പേടിപ്പിച്ച് കളഞ്ഞോളൂടെ. പ്രേതങ്ങളെ കണ്ട് പേടിക്കാറുണ്ടോ? പേടിക്കാറുണ്ടോ? പേടിക്കാറുണ്ടോന്നേ? അതേ കൊച്ചളിയ, ഞാൻ ആ ഡ്യൂപ്ലിക്കേറ്റ് പ്രേതങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. അപ്പൊ നീ അവരെ അടിക്കണം. ഓക്കേ? എടാ, അത് പ്രേതമാണ്. ഞാനാണ് ബണ്ണി. എന്താ? അപ്പൊ ബണ്ണിയാണോ പ്രേതം? ഞാൻ പട്ടിയൊന്നുമല്ല. അപ്പൊ പിന്നെ താൻ ബണ്ണിയല്ലേ? അല്ല, ഞാൻ പ്രേതമാണ്, ഭൂതമാണ്. അപ്പൊ തുടക്കത്തിൽ താൻ പ്രേതം അല്ലായിരുന്നല്ലോ. ഞാൻ വന്നപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് ബണ്ണിയാണ് പ്രേതമെന്ന്? പക്ഷെ താൻ അതിന് ബണ്ണിയുമല്ലല്ലോ. എന്റെ അമ്മോ, ഞാൻ ഒരു മനുഷ്യരായിരുന്നെങ്കിലേ ടോർച്ചർ ചെയ്തതിന് നിന്നെ കേസ് കൊടുത്ത് അകത്താക്കിയല്ലേ. എന്റെ അനിയ അതങ്ങ് വിട്ടുകളയെന്നേ. അല്ല, യുവമാരെന്താ പേടിക്കാത്തത്? യുവമാരെ എങ്ങനെയാ പേടിപ്പെടുത്തുക? എന്റെ അനിയ, എന്റെ കരിയറിൽ ഞാൻ ഇതുപോലെ ഒരുത്തന്മാരെ കണ്ടിട്ടേ ഇല്ല. ഇവന്മാരെ എങ്ങനെ പേടിപ്പെടുത്തുമെന്ന് പറഞ്ഞ് എനിക്ക് വല്ലാതെ പേടിയാവുകയാണ്. മിക്കവാറും ഈ വിദ്യ വലിച്ചേക്കും.
തോന്നുന്നത് നമ്മൾ ഫ്ലോറിലിട്ടിരിക്കുന്ന ടൈൽസ് അത്ര നല്ലതല്ലെന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് മേഡം സീലിംഗിൽ കൂടെ നടക്കുന്നു. എടാ ഹണി, പട്ടിയുടെ വാല് കുഴലിട്ടാ നേരെ ആവില്ലെന്ന് പറഞ്ഞതുപോലെയാ. ഒരിക്കലും മനുഷ്യന് സീലിംഗിൽ കൂടെ നടക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എപ്പ മനസ്സിലാക്കാനാ? എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കുള്ള പ്രേതമാണെന്ന്. അപ്പൊ പിന്നെ ഇത്രയും നേരം ഞാൻ നിന്നോട് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പി ആണോടാ പറഞ്ഞുകൊണ്ടിരുന്നത്? എടാ ഇത് പ്രേതം തന്നെയാ. ഓടിക്കോ. ആ സിനിമ കണ്ട് ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഇന്ന് ബണ്ണി പേടിച്ചത് വെച്ച് നോക്കുമ്പോ ഡിന്നർ പോലും കഴിക്കില്ലെന്ന് തോന്നുന്നേ. മിക്കവാറും നക്കം തിന്ന് വയർ നിറയ്ക്കും. തിങ്കളാഴ്ച രാവിലെ എണീക്കുമ്പോ സന്തോഷവും പ്രേതവും, അത് രണ്ടും ഈ ലോകത്ത് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യങ്ങളാ. കണ്ടില്ലേ, തൊട്ട് മുമ്പല്ലേ നമ്മൾ പ്രേത സിനിമ കണ്ടിറങ്ങിയത്. ഇനി അങ്ങോട്ട് എന്ത് കണ്ടാലും അങ്ങനെ തോന്നും. അഥവാ പ്രേതം ശരിക്കും വന്നാലുണ്ടല്ലോ, പിന്നെ ആ പ്രേതത്തിന്റെ ഗതി അധോഗതിയാ. പ്രേതത്തിനെ ഇടിച്ചിടിച്ച് ഞാൻ വീണ്ടും പ്രേതമാക്കും. സംശയമുണ്ടോ? പോപ്പറ്റ് പറയുന്നത് ശരിയാണ്. നമ്മളിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല. വാ, വന്ന് വണ്ടി കയറ്. അഹങ്കാരമോ? ഇവന്മാരുടെ അഹങ്കാരം ഒന്ന് മാറ്റി കൊടുത്തേ മതിയാവൂ. ഈ വഴിക്ക് നമുക്ക് പോകാം. ആ ശരി ചേട്ടാ. ബ്ലാങ്ക് പോസ്റ്ററോ? മിക്കവാറും പ്രേതങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. നമുക്ക് തുടങ്ങാം. അയ്യോ. ഞാൻ ജസ്റ്റ് മൊബൈലിന്റെ പാസ്വേഡ് ചോദിക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞു തരില്ല. എന്താ നിന്റെ ഈ വെല്ലുവിളിയനൊപ്പം നീ പാസ്വേഡ് പറഞ്ഞു തരില്ലേ? എടാ ഇതാണ് പാസ്വേഡ്. പറഞ്ഞു തരില്ലെന്ന്. ടിവിയിൽ സംഭവിച്ചത് നീ കണ്ടോ? അതിന് ഞാൻ ടി വി എങ്ങനെ കാണാനാ? ടി വി കേടായിരിക്കല്ലേ? അയ്യോ, പോപ്പറ്റ്, ഫ്രിഡ്ജിന് വേഗം വെള്ളം എടുക്ക്. അയ്യോ, ഈ വീട്ടിൽ പ്രേതമുണ്ട്. അതിലെനിക്ക് ഒരു സംശയമില്ല. ഇവന്മാരെ എങ്ങനെ നമുക്ക് പേടിപ്പെടുത്താമെന്ന് റിസർച്ച് ചെയ്യാം. ഓക്കേ ചേട്ടായി. ഒന്നാമത്തെ വഴി ഇതാണ്. എടാ ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സത്യത്തിൽ പ്രേതമൊന്നും ഒന്നുമില്ല. നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി ആരോ ചെയ്യുന്ന പണിയാണിത്. മിക്കവാറും ഇത് സണ്ണിയും കൂട്ടരും ആയിരിക്കും. നമ്മുടെ സിനിമ കാണാൻ കിറ്റിയെ കൂടെ കൂട്ടിയിരുന്നില്ലേ? അവനോട് ചോദിച്ചില്ലല്ലോ. അപ്പൊ സണ്ണിയാണ് നമ്മളിങ്ങനെ ഇട്ട് പേടിപ്പിക്കുന്നത്. എന്നാ ഇനി കണ്ടോ, നമ്മൾ ആ സണ്ണിക്കിട്ട് നല്ല മുട്ടൻ പണി കൊടുക്കും. അത് ശരി തന്നെയാണ്. അത് പിന്നെ അനിയ, ഇനി പേടി എന്താണെന്ന് ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വെറുതെ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കരുതും പോലെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. അത് മനസ്സിലാക്ക. അതെ, എക്സ്ക്യൂസ് മീ ചേട്ടാ, ദേ ചേട്ടന്റെ കാല് തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്.